പുരുഷന്മാരുടെ സ്തനവളർച്ച ഉണ്ടാവുന്നത് ഫാറ്റ് കാരണമാണോ അതോ ഗ്ലാൻഡും ഫാറ്റും കൂടെ ചേർന്നിട്ടുള്ള ഗൈനക്കോമാസ്റ്റിയ കാരണമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഫാറ്റ് മാത്രമാണെങ്കിൽ നമുക്ക് സാധാരണ കണ്ടുവരുന്നത്, അത് കൂടുതലും കണ്ടുവരുന്നത് പെട്ടെന്ന് വണ്ണം വെക്കുകയും അങ്ങനെ പെട്ടെന്ന് സൈസ് കൂടുകയും ചെയ്യുന്ന ആൾക്കാരിൽ ഫാറ്റ് മാത്രം കൂടും. അപ്പോൾ അവരുടെ നിപ്പിൾ സൈസ് അത്ര വലുതാവുകയില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാറ്റ് കൊഴുപ്പും ലോവർ എൻഡിൽ കാണുകയും ചെയ്യും. അങ്ങനെയാണ് ഫാറ്റിൻ്റെ ഡിഫറൻസിയേഷൻ വരുന്നത്. പക്ഷേ ഗൈനക്കോമാസ്റ്റിയയിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം പ്യൂബർട്ടിയുടെ സമയം തൊട്ട് ഹോർമോണൽ ചേഞ്ച് കാരണം ഉണ്ടാവുന്ന ഗ്ലാൻഡിൻ്റെ പ്രശ്നം കാരണമാണ്. നമുക്കെല്ലാവർക്കും മെയിൽസിലായാലും ഫീമെയിൽസിലും ബ്രസ്റ്റ് ഗ്ലാൻഡ് ഉണ്ട്. ആ മെയിൽസിൽ പക്ഷേ നമുക്കത് കുറേ കഴിയുമ്പോൾ അത് പതുക്കെ ഫങ്ഷണൽ അല്ലാതെ മാറി അത് ചെറുതായി പോവുകയും ചെയ്യും. പക്ഷേ ചിലർക്ക് ഈ ഹോർമോണൽ വ്യതിയാനം കാരണം ആ ഗ്ലാൻഡ് കൂടുതലായിട്ട് വളർച്ച ഉണ്ടാവുകയും അതിൻ്റെ കൂട്ടത്തിൽ ഫാറ്റും അടിഞ്ഞു കൂടുകയും ചെയ്യുന്നതിനാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഫോൾസ്, അതായത് സ്യൂഡോ ഗൈനക്കോമാസ്റ്റിയ, അതായത് ഫാറ്റ് മാത്രമുള്ളവർക്ക്, ഈ വണ്ണം കൂടിയ ആൾക്കാർക്ക് അവർക്ക് ഗ്ലാൻഡ് അധികം കാണുകയില്ല, അവർക്ക് ലൈപ്പോസക്ഷൻ മാത്രം മതി. പക്ഷേ ഈ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്ന പ്രശ്നമുള്ളവർക്ക് അവർക്ക് ഗ്ലാൻഡും ഫാറ്റും കാണും. അപ്പോൾ നമ്മൾ ലൈപ്പോസക്ഷൻ ചെയ്തതിന് ശേഷം നമ്മൾ നിപ്പിളിൻ്റെ അവിടെ ഒരു ചെറിയൊരു ഇൻസിഷൻ ഇട്ടിട്ട് നമ്മൾ അവിടുന്ന് ഗ്ലാൻഡും കൂടെ എടുത്ത് കളഞ്ഞാൽ മാത്രമേ ആ ഫ്ലാറ്റ് ചെസ്റ്റ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയുള്ളൂ. അത് എല്ലാവർക്കും ഈ ഗൈനക്കോമാസ്റ്റിയ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കുറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മിക്കവർക്കും ആ ഫാറ്റ് വരുമ്പോൾ നമ്മൾ ഫാറ്റ് മാത്രമാണെങ്കിൽ നമ്മൾ വെയിറ്റ് ലോസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഫാറ്റ് തനിയെ കുറയുകയും ചെയ്യും. പക്ഷേ ഗൈനക്കോമാസ്റ്റിയിൽ ഫാറ്റ് മാത്രമല്ല ഗ്ലാൻഡും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ വെയിറ്റ് ലോസ് ഉണ്ടായി കഴിഞ്ഞാലും അവിടെ ഗ്ലാൻഡ് പെർസിസ്റ്റ് ചെയ്യും. അപ്പോൾ ആ പഫി നിപ്പിൾ അപ്പിയറൻസും ഉണ്ടാവും.